ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്നത് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക, നന്മ വൈകുകയില്ല. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക, നന്മ വൈകുകയില്ല. പ്രാർത്ഥനയിൽ ദൈവത്തെ കാത്തിരിക്കുക, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, നിനക്ക് മറുപടി ലഭിക്കും. ദൈവത്തിൻ്റെ മറുപടി 3 തരത്തിൽ ആയിരിക്കും. യെസ്, ഹാ, വെയിറ്റ്, കാത്തിരിക്കുക. മൂന്നാമത്തത് അതർ പ്ലാൻ ഫോർ യു, നിനക്കായി ഞാൻ വേറൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ദൈവം ഒരിക്കലും നോ, ഇല്ല എന്ന് പറയില്ല. ആരോട്? പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നവരോട്. ദൈവം ഹാ എന്ന് പറഞ്ഞാൽ ആ കൃപാവരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു കാണും, വിടുതൽ ലഭിച്ചു കാണും. ദൈവം കാത്തിരിക്കുക എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഉടനെ ഫലം ലഭിക്കുകയില്ല. അബ്രഹാമിനെ പോലെ, യാക്കോബിനെ പോലെ, ഇസ്രായേൽ മക്കളെ പോലെ നാം കാത്തിരിക്കേണ്ടതായി വരും. എന്നാൽ അവൻ നമ്മെ കൈവിടില്ല, പിന്നെയോ നമ്മെ പരീക്ഷിക്കും. ദൈവം നിനക്കായി ഞാൻ വേറൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്കിൽ നാം എന്ത് ആവശ്യപ്പെടുന്നുവോ അത് നമുക്ക് ലഭിക്കുകയില്ല. പിന്നെയോ ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്നത് നമുക്കായി അവൻ തരും. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അവനോട്, ആരോട് ആയിരിക്കും ദൈവം പറയുക? പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നവരോട്, പ്രാർത്ഥനയിലൂടെ ദൈവത്തെ കാത്തിരിക്കുന്നവരോടായിരിക്കും അവൻ അങ്ങനെ പറയുന്നത്. 18-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുവമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ദാവീദിന്റെ സങ്കീർത്തനമാണിത്. യഹോവ അവനെ സകല ശത്രുക്കളിൽ നിന്നും, ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ക്ഷമിച്ചതാണിത്. അവൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു, യഹോവയോട് അവൻ നിലവിളിച്ചു, അവനെ രക്ഷിച്ചു. അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം, അവനെ വിശ്വസിക്കണം, നമ്മെ അവനിൽ സമർപ്പിക്കണം. അപ്പോൾ അവൻ നമ്മളുടെ അപേക്ഷ കേൾക്കും, യാതൊരു സംശയവുമില്ല. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം വാക്യം 59-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ഈ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുവാൻ പറ്റുകയുള്ളൂ. പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച ഏതാനും ചിലരെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. യായിറോസിന്റെ ഉറച്ച വിശ്വാസം കണ്ടിട്ട് അവൻ്റെ മകൾക്ക് യേശു ജീവൻ നൽകി. കനാന്യ സ്ത്രീയുടെ വിശ്വാസപൂർണമായ അപേക്ഷയിൽ യേശു സന്തോഷിച്ച് അവളുടെ മകൾക്ക് സൗഖ്യം നൽകി. പക്ഷപാതക്കാരനെ കൊണ്ടുവരുന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ കട്ടിലെടുത്തുകൊണ്ട് പോകത്തക്കവണ്ണം യേശു അവന് സൗഖ്യം നൽകി. 38 വർഷം രോഗിയായി ബെഥസ്ദാ കുളത്തിനടുത്ത് കാത്തു കിടന്ന രോഗിയെ കിടക്കയെടുത്ത് യേശു നടത്തിച്ചു. ശതാധിപന്റെ അപേക്ഷയിൽ അവന്റെ ബാല്യക്കാരനെ പക്ഷപാതത്തിൽ നിന്നും കഠിനവേദനയിൽ നിന്നും യേശു രക്ഷിച്ചു. കുരുടനെ കാഴ്ച നൽകിയവനായ യേശുവിനെ നാം കാണണം. കുഷ്ഠരോഗിയെ തൽക്ഷണം ശുദ്ധമാക്കിയ യേശുവിനെ നാം ഓർക്കണം. പത്രോസിന്റെ അമ്മാവിയമ്മയെ സുഖപ്പെടുത്തിയ യേശുവിനെ നാം ശ്രവിക്കണം. വിധവയുടെ മകന് ജീവൻ നൽകിയ യേശുവിനെ സ്തുതിക്കണം. ലാസറിനെ കബറിൽ നിന്നും ജീവിപ്പിച്ച യേശുവിനെ നാം നമസ്കരിക്കണം. കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയ യേശുവിനെ നാം സ്തോത്രം പാടണം. 12 വർഷം രക്തസ്രാവമായി കഴിഞ്ഞ സ്ത്രീയുടെ വിശ്വാസത്തിൽ അവൾ യേശുവിൻ്റെ വസ്ത്രം തൊട്ട് സൗഖ്യമായതായി കാണുന്നു. ആ വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നമ്മെ കേൾക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ശിഷ്യന്മാരെ ഒന്ന് നോക്കിക്കേ. അവർ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായി വായിക്കുന്നു. മരിച്ചടക്കപ്പെട്ട
മോശ താബോർ മലയിൽ യേശുവിനോടൊപ്പം നാം കാണുന്നു. ജീവനോടെ എടുക്കപ്പെട്ട ഏലിയാവിനെ നാം മറുരൂപ മലയിൽ യേശുവിനോടൊപ്പം കാണുന്നു. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്ക് ഫലം ലഭിക്കും. യെസ്, വെയിറ്റ് ഓർ ഐ ഹാവ് ടു പ്ലാൻ ഫോർ യു എന്നത് നാം ഓർക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 3 വാക്യത്തിൽ പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നോട് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അവനെ വിളിച്ചപേക്ഷിക്കുക. നീ അറിയാത്ത മഹത്തായ അഗോചരമായ കാര്യങ്ങൾ നിനക്ക് ഭവിക്കാൻ പോകുന്നത് നീ മുൻകൂട്ടി അറിയും. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 18 അധ്യായം 7 വാക്യത്തിൽ പ്രകാരം പറയുന്ന, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തന്നോട് നിലവിളിക്കുന്നവനെ അവൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 7 അധ്യായം 7 വാക്യത്തിൽ പ്രകാരം പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിച്ചാൽ നമുക്ക് ലഭിക്കും, അന്വേഷിച്ചാൽ കണ്ടെത്തും. ആയതിനാൽ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി അവനെ കാത്തിരിക്കുക, നമുക്ക് മറുപടി ലഭിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.